ഉമ്മായും മോളും കൂടെ പോയിട്ട് കലക്കൽ. അങ്ങനെ ഞാൻ മംഗലാപുരത്തൊന്നും കലക്കാനൊന്നും പോയില്ല. ഈ പെണ്ണ് വയറ്റി ചുമന്നുകൊണ്ട് തന്നെ നടന്നു. 9.5 മാസം കഴിഞ്ഞു, പ്രസവിച്ചു, കഴുത്ത് ഞെരിച്ചു കുഞ്ഞിനെ അങ്ങോട്ട് കൊന്നിട്ട് സുറുക്കയുടെ ഭരണിക്കകത്ത് ഉപ്പിലിടാൻ വെച്ചു. അതിനകത്ത് കടന്ന് ഇറച്ചിയും എല്ലുകളും എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. ഒന്നും കാണുന്നില്ല, ജ്യൂസ് പോലെയായി. ഉടനെ തന്റെ വീട്ടിൽ വന്നവർക്കൊക്കെ അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കൊടുത്തു, പൈസക്ക് വിറ്റു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കരയാ, പടച്ചോനെ ഇങ്ങനെ ആകാൻ പറ്റൂ ഒരു പെണ്ണിന്? 18 വയസ്സ് 18 കൊല്ലം പോറ്റി വളർത്തിയ മോള് കോടതി വെച്ചിട്ട് ജഡ്ജി ചോദിച്ചു, പാപ്പാനെ വേണോ കാമുകനെ വേണോ? കാമുകനെ മതി. ഉമ്മ കാലി പിടിച്ചിട്ട് കരയാ, മോളെ പോകല്ലേടി, നിന്നെ പെറ്റു വളർത്തിയത് ഞാൻ, പോകളവി ഇറങ്ങി പോവാ, പിന്നെ ആർക്ക് വേണം? പെറ്റ തള്ളയെ കളഞ്ഞിട്ട് മോള് പോയി. എടാ, സ്വന്തം പാപ്പാനെ തല്ലുന്നു, സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കുന്നു. എന്റെ മക്കൾ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? കാരണമാ ഞാൻ പറയുന്നേ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ പെണ്ണിനോട് ചോദിച്ചു, നീ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ? നിന്റെ ഹൃദയം ഇത്രയും കരിങ്കല്ല് പോലെയാകാനുള്ള കാരണം നീ അസർ നിസ്കരിക്കാത്ത പെണ്ണായില്ലേ? ഇത്ര ചോദിച്ചത്. നീ അസർ നിസ്കരിക്കാറില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, എടാ, എത്ര നന്മ കേട്ടിട്ടും ഹൃദയത്തിൽ കേറാത്തവനെ, നീ അസർ നിസ്കരിക്കാറുണ്ടോ? അസർ നിസ്കരിക്കാത്തവന്റെ ഹൃദയം കഠിനമായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, ഹറാമ് കാണുന്നതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ച ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ മുത്തുനബി സ്നേഹിക്കുമെന്ന് അനസ് തങ്ങൾ പറഞ്ഞത്. ആ ഒരു നല്ല ഗുണം ജീവിതത്തിൽ ഇന്നു മുതൽ ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 2020 ഒന്നാമത്തെ രാത്രി ഒരു നല്ല നിയ്യത്തെടുക്കും. ഉസ്താദേ, ഇന്നു മുതൽ സെക്സ് കാണൂല, ഇന്നു മുതൽ വൃത്തികേടുകൾ കാണൂല, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഹറാമ് കാണുന്നതിനെ തൊട്ട് എന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിക്കും. ഇനി എന്തെങ്കിലും കണ്ടുപോയാൽ ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കും. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. സ്വർഗത്തിൽ കസേര കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹുവേ, ആരൊക്കെ ഈ കൈ പൊക്കിയോ, ഈ കൈ കൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാം ഇന്ന് മുതൽ ഹറാം കാണില്ല, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുമെന്ന് നിയ്യത്ത് ചെയ്ത് കൈപൊക്കിയ ഈ കൈ കൊണ്ട് അല്ലാഹുവേ ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നന്മ തിന്മകൾ എഴുതിയ കിതാബ് ഈ വലത് കൈ കൊണ്ട് വാങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം. 11:30 നിർത്താറായോ? നിർത്താറായോ? പറചങ്ങാതിമാരെ നിർത്താറായോ? പറയണോ നിർത്തണോ? എനിക്ക് 12 മണി വരെ സമയമുണ്ട്. പറയണോ നിർത്തണോ? പറയണം. കൈവക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കിക്കോണം കേട്ടാ. ഞാൻ പൈസ ചോദിക്കും, അപ്പോഴിതുപോലെ ആത്മാർത്ഥത കാണിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, റബീഅത്ത് ബിൻ ഹുസൈം റളിയല്ലാഹു തആല അൻഹു, ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ വേണ്ടി നടന്നു പോകുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ചരിത്രം പറയുന്നു. അവസാനം ഈ ചെറുപ്പക്കാരന് നടക്കാൻ കഴിയാതെ 2 ആൾക്കാരുടെ ചുമലിൽ ഇങ്ങനെ തോളിൽ കൈവച്ചിട്ട് ഇങ്ങനെ പോവാ, എഴഞ്ഞെഴഞ്ഞ്. 2 ആൾക്കാരുടെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവസാന കാലഘട്ടങ്ങളിൽ മരണത്തിന്റെ സമയത്ത് ഇങ്ങനെ പള്ളിയിൽ പോകുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, ലഖദ് റഖസല്ലാഹു ലക. അവിടെ നിന്ന് ചോദിച്ചു, അള്ളാഹു നിങ്ങൾക്ക് ഉദ്ർ ചെയ്തിട്ടുണ്ടല്ലോ, വയ്യാത്ത നടന്ന് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത സമയത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാൻ, വീട്ടിൽ നമസ്കരിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ ഇതുപോലെ കഷ്ടപ്പെട്ട് കൊണ്ട് പോകുന്നത് എന്ന് റബീഅത്ത് ബിൻ ഹുസൈം തങ്ങളോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, ഹയ്യ അലസ്സലാ, വിജയത്തിലേക്ക് വാ എന്ന് വിളിക്കുന്നത് കേട്ടാ പിന്നെ എങ്ങനെ പോകാതിരിക്കും?